ഗായത്രി ദേവി ടീച്ചർ അനൂപയ്ക്ക് ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അത് നൽകുന്നതിനായി ഗായത്രി ടീച്ചറെ മലയാളം A+ വാങ്ങിയതിനുള്ള ക്യാഷ് അവാർഡ് ഗായത്രി ടീച്ചർ നൽകുന്നു. മലയാളത്തിന് A+ വാങ്ങിയ മറ്റു കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ്. പേര് വിളിക്കുന്നവർ ഇവിടെ എത്തി രമിത ടീച്ചറിൽ നിന്ന് പുരസ്കാരം വാങ്ങേണ്ടതാണ്. രമിത ടീച്ചർ, അനീസ മരിയ, അലീന കോതകേരി, ദിലീഷ ബിജു, ദേവലക്ഷ്മി എ പി, ഫസ്ന മേരി സാബു, കെസിയ എം ജെ, അനന്യ കൃഷ്ണ, ഹിന്ദിക്ക് A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ ക്രമത്തിൽ വന്ന് പുരസ്കാരം ഗോപാലകൃഷ്ണ സാറിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. അനൂപ കെ അലി, അനീസ മരിയ, അലീന കോതകേരി, ഫസ്ന മേരി സാബു and Abigail Anatra. പ്രത്യേക പുരസ്കാരമാണ്. അവധിക്കാലത്ത് കുട്ടികൾക്ക് വിവിധ പരിപാടികളിൽ നമ്മളുടെ പരിശീലനം നൽകിയിരുന്നു. ഫോക്ക് ആർട്ട്, സുംബ ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. അതിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിയ അധ്യാപിക എന്നുള്ളതിലേക്ക് നമ്മുടെ ശൈലജ ടീച്ചർ, നമ്മുടെ കായിക അധ്യാപിക ശൈലജ ടീച്ചർക്ക് ഒരു പുരസ്കാരം സ്കൂളിലേതായി സജിൽ സാർ ആ പുരസ്കാരം നൽകുന്നതായി. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെൻറ് ജോർജ് ഗവൺമെൻറ് VHSന് മുന്നിലാണ്. ഇന്ന് ഈ സ്കൂളിലെ പ്രവേശനോത്സവം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ 1-2 ചെറിയ കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മറക്കാതെ മുഴുവൻ ഈ വീഡിയോ കാണണം. ഇതോടൊപ്പം തന്നെ ഏറ്റവും തിരക്കിനിടയിൽ ആദ്യം പറയുന്ന പേരാണ് എങ്കിലും ഞാൻ സാറിനെ ഒന്ന് സ്വാഗതം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ 9 സ്കൂൾ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ 9 സ്കൂളിന്റെ തിരക്കിനിടയിലും നമ്മളെ വന്ന് അനുഗ്രഹിച്ച് നമ്മുടെ എല്ലാ പരിപാടികളും എല്ലാ ചടങ്ങുകളും വളരെ വേഗത്തിൽ ഉദ്ഘാടനം നടത്തി കടന്നുപോയ സാറിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ MLA നമ്മുടെ ചാണ്ടിയമ്മൻ സാറിന് ഏറ്റവും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കാനായിട്ട് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ അറിയാനായിട്ട് നമ്മളെ പൊതുജന മധ്യത്തിലേക്ക് നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെ എത്തിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിനോദ് സാറിനെ ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകര്, അതിലേറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള്, ഇന്ന് നിങ്ങളാണ് താരങ്ങൾ. കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ പ്രവേശന ഉത്സവത്തിലെ ഏറ്റവും വലിയ താരങ്ങള്. ഇവിടെ രാവിലെ നടന്ന അക്ഷര പൂജയിൽ അക്ഷര പറന്നിറച്ച് അക്ഷര മരത്തിൽ അക്ഷരങ്ങളും വാക്കുകളും നിക്ഷേപിച്ച് അക്ഷരക്കണി കണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് നിങ്ങളുടെ സ്വാഗതം. ഒരു സ്കൂൾ എന്നാൽ ആ സ്കൂളിന്റെ നന്മ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഈ കുട്ടികളുടെ നല്ല സ്വഭാവവും നല്ല പ്രവർത്തനവും നിങ്ങൾ നല്ല മനുഷ്യരാവുക എന്നതുമാണ് ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിന്റെ ഏറ്റവും നിങ്ങൾ അക്കാഡമിക്കായിട്ടും സ്വഭാവത്തിലും നിങ്ങൾ നല്ല പ്രകൃതത്തിലും ഒക്കെ നിങ്ങൾ നല്ല മനുഷ്യരായി മാറാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, അതിനുള്ള ഒരു രൂപപ്പെടുത്തലാണ് അത് നമ്മുടെ ഈ സ്കൂളും എല്ലാ സ്കൂളുകളും നൽകുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലേക്ക്, ആ ഒരു നന്മയിലേക്ക് ഈ സ്കൂളിലേക്ക് കാലെടുത്ത് വന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ഓതുന്നു. അതോടൊപ്പം കൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ എത്തിയിട്ടുണ്ട്. ഒരു സ്കൂളിന്റെ നെടുംതൂണുകളാണ് ആ സ്കൂളിലെ രക്ഷകർത്താക്കൾ. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവുമാണ് സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിനൊക്കെ ശരിക്കും ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ PTA പ്രസിഡന്റ്. നിങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം നമുക്ക് ഈ സ്കൂളിന് കാഴ്ചവെക്കുന്ന അതേ ഒരു കരുതലും പിന്തുണയും എല്ലാ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നേരിടാം. മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏറെ സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷയായി നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ, അവറുകളാണ്. അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ അധ്യക്ഷനായി ഇരിക്കേണ്ടതായി വന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രസാദ് സാറ്, കോട്ടയം ഈസ്റ്റ് DPC, അടുത്ത നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തോമച്ചൻ ജോസഫ് സാറ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിബു ജോൺ സാറ്, പള്ളം ബ്ലോക്ക് മെമ്പർ സാബു മുതുപ്പറമ്പിൽ സാറ്, ശ്രീമതി വത്സമാണി അവർ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീമതി ശാന്തമ്മ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ വാർഡ് മെമ്പർ വർഗീസ് ചാക്കോ, മറ്റ് വാർഡ് മെമ്പർ CS സുധൻ സാർ, ബിനു എബ്രഹാം SSK ജില്ലാ പ്രോജക്ട് ഓഫീസർ, സജൻ S സാർ BPC കോട്ടയം ഈസ്റ്റ് സാർ, അനിൽ K തോമസ് സാർ ഈസ്റ്റ് AEO, ശ്രീമതി അനിത ഗോപിനാഥ് ഈസ്റ്റ് AEO, MR ഗോപാലകൃഷ്ണൻ പിള്ള സാർ മുൻ പ്രിൻസിപ്പൽ, സരസമ്മ PK അവർ മുൻ HM, PC മാമൻ സാർ മുൻ അധ്യാപകൻ, ഋഷാൻ സാർ മുൻ അധ്യാപകൻ, ലിജി മാത്യു ഫോക്ക് ആർട്സ് അധ്യാപിക, ശ്രീമതി ഗായത്രി ദേവി ടീച്ചർ മുൻ HM, നമ്മുടെ പ്രിൻസിപ്പൽ പ്രമിത ടീച്ചർ, ശ്രീല ടീച്ചർ, നമുക്ക് ഈ വേദിയിൽ എത്തിയ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടനം നടത്തുന്നതിനായിട്ട് നമ്മുടെ MLA അവർ സ്നേഹപൂർവ്വം ഇവിടെ എത്തി പോയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തിരക്കിനിടയിൽ ഓടി എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ട് പ്രത്യേകം നമുക്ക് ആദരവ് അർപ്പിച്ചു പോയ അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിന്റെ വികസനത്തിനായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 10 ലക്ഷം രൂപ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നമുക്ക് കഴിഞ്ഞിടെ അനുവദിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിന്റെ പുതിയതായിട്ട് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, അതിൽ ധാരാളം കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള പല കുട്ടികൾ വന്ന് സ്കിൽ ഡെവലപ്മെന്റിൽ അംഗമായിട്ടുണ്ട്. ആനിമേഷനും പിന്നെ നമ്മുടെ GST ഇത് രണ്ടിൻ്റെയും കോഴ്സാണ്, 1 വർഷത്തെ കോഴ്സാണ്.
അത് എല്ലാ ദിവസവും ഇല്ല, അവധികളിൽ മാത്രം. ശനി ഞായറാണ് മെയിനായിട്ടുള്ളത്. മറ്റ് സമയങ്ങളിൽ എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റ് അവധി ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏത് കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും ആ കോഴ്സിൽ പങ്കെടുക്കാം. നല്ലൊരു വളർച്ചയ്ക്കായിട്ട് നല്ലൊരു കോഴ്സാണ്. നിങ്ങൾ അതിനെപ്പറ്റി തിരക്കുക, ചേരാൻ പറ്റുന്നവർക്കൊക്കെ ചേരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്കായി നല്ല അധ്യാപകരുടെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരാൻ മടി കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് രക്ഷകർത്താക്കളുമുണ്ട്. UP സ്കൂളുകളിൽ നിന്നൊക്കെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത രീതിയിലാണ് കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ഈ പ്രാവശ്യത്തെ അനുഭവം കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതാണ്. നമ്മൾ ഒരു കുട്ടിയെ വിളിക്കുമ്പോഴത്തേക്കിന് അല്ല അവരുടെ രക്ഷകർത്താക്കളെ കാണുമ്പോഴത്തേന് ഞങ്ങളെല്ലാവരും ഇന്ന സ്കൂളിലേക്ക്, ബേക്കർ സ്കൂളിലോട്ട് അല്ലെങ്കിൽ മൗണ്ട് ഗവൺമെന്റ് സ്കൂളിലേക്ക് പോവുകയാണ്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കുട്ടികളെ മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന സംവിധാനം, അതിന് എന്തെങ്കിലും മാർഗരേഖ കണ്ടെത്താൻ പറ്റി ഞങ്ങളിവിടെ ചർച്ച ചെയ്തിരുന്നു. കാരണം ആ സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ ഇന്ന സ്കൂളിൽ പോയാൽ മതി എന്ന് പറയുന്ന സാഹചര്യം വരെ ഇപ്പോൾ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെ ഗവൺമെന്റ് ശമ്പളം മേടിക്കുന്നവർ തന്നെ മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ ബുക്ക് ചെയ്ത് വിടുന്നതും അവിടെ പോയാൽ മതി, ഗവൺമെന്റ് സ്കൂള് നല്ല സ്കൂളല്ല, അവിടെ പഠിച്ചാൽ നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടും എന്ന ഒരു ചിന്ത രക്ഷകർത്താക്കളിലും വന്നിരിക്കുന്നു. രക്ഷകർത്താക്കളെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ എത്തിയിരിക്കുന്ന ചില അധ്യാപകരാണ് എന്നെനിക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ HMനോട് പറഞ്ഞു, സാറേ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാം. ഈ ഇത്തരം രീതിയിൽ അധ്യാപകരുടെ പ്രവർത്തന രീതികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ അവിടെ വിടണ്ട എന്നുള്ള പ്രവർത്തന രീതികളുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാർഗരേഖ കണ്ടെത്തണം. അതല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ തീരെ ഇല്ലാതാവുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ HMമായിട്ട് സംസാരിച്ചു. ടീച്ചറെ, അതിനെന്തെങ്കിലും ഇവിടെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നുള്ള PTA-കാരും അധ്യാപകരും കൂടി ഒപ്പിട്ട് ഒരു നിവേദനം നൽകണം. അത് ഏറ്റവും അത്യാവശ്യമാണ് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ ഓരോ കുട്ടികളെ വിളിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ വരാം എന്ന് പറഞ്ഞിരുന്ന കുട്ടികൾ പോലും മറ്റു സ്കൂളിലേക്ക് മാറുന്നു. അവര് പറഞ്ഞു അവിടെ പോയാൽ പഠിക്കണ്ട, അവിടെ പോയാൽ ശരിയാകത്തില്ല. ഇവിടുന്ന് പഠിക്കണ്ട എന്ന് പറയുന്ന അധ്യാപകർ രക്ഷകർത്താക്കളുടെ മക്കളെ മറ്റ് വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് ഈ ഗവൺമെന്റ് സ്കൂളിൽ ഈ വിവരമില്ലാത്ത വിദ്യാർത്ഥി എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അവർ ഈ സ്കൂളിലേക്ക് വരുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നല്ല വലിയ സ്കൂളുകളിൽ പോയി ലക്ഷങ്ങൾ മുടങ്ങി പഠിച്ചു വെച്ച് ഈ ഒന്നുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വിവരമില്ലാത്ത കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ PSC എഴുതി ഈ സ്കൂളുകളിൽ അധ്യാപകരായിട്ട് വരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സ്കൂളിന്റെ അധ്യാപകരെ കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിച്ച് വിട്ടാൽ മതി എന്നുള്ള തോന്നലായിരിക്കാം അവർ ഇവിടെ അധ്യാപകരായിട്ട് വരുന്നത്. അത്തരം അധ്യാപകർ ഉള്ള സ്കൂളുകളിൽ കുട്ടികൾ നന്നാകത്തില്ല. കാരണം അവർക്ക് കുട്ടികളെ പഠിപ്പിച്ച് വിടണം എന്നുള്ള ചിന്ത അവർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ വലിയ സ്കൂളിലാണ് പഠിപ്പിച്ചത്. അപ്പൊ അവർ തന്നെ നമ്മൾ നേരത്തെ പറയുന്നത് ഗവൺമെന്റ് അധ്യാപകരുടെയും ഗവൺമെന്റ് ജോലിക്കാരുടെയും മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ള നിബന്ധന കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറെ കുട്ടികളൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ വരുന്നുണ്ട്. അപ്പം ഇത്തരം നിലപാടുകളെ നമ്മളെ രക്ഷകർത്താക്കളായ നമ്മൾ തന്നെ അതിനെ മാറ്റി എഴുതി കുട്ടികളെ എല്ലാം ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കണം. ഞാൻ ടീച്ചറിനോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയാണ്, ഈ ഗവൺമെന്റ് ജോലിക്കായിട്ട് PSC എഴുതുമ്പോഴത്തേക്കിന് അധ്യാപകരായിട്ട് നിയമിക്കുന്നവർ ഗവൺമെന്റ് സ്കൂളിൽ ഒരു 5 വർഷം 10 വർഷം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ അതിന് അനുവാദം കൊടുക്കാവുള്ളൂ എന്നൊരു കാഴ്ചപ്പാടുകൂടെ ഞാൻ വിലയിരുത്തിയിരുന്നു. കാരണം അത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നല്ലൊരു പ്രവർത്തനം നടത്താൻ HMനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ വർഷം ഇവിടെ എത്തിയ പുതിയ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ സ്കൂളിന് തുടർച്ചയായി 16ാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിജയത്തിലേക്ക് നമ്മളെ എത്തിച്ച നമ്മുടെ പ്രിയ മിടുക്കരായ കുട്ടികൾക്കുള്ള ആദരവാണ് ആദ്യം നൽകുന്നത്. ഇതിനായി
വൈകിയാണെങ്കിലും നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി അമ്മ മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു. SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കുമുള്ള മെഡൽ വിതരണമാണ് നടക്കുന്നത്. അതിനായി പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വേദിയിലെത്തി വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നിന്ന് മെഡൽ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അനീസ മരിയ മെഡൽ നൽകുന്നതിനായി സജൻ സാറിനെ ക്ഷണിച്ചോളൂ. ഞാനിപ്പം വരാം. അലീന കോതഗേരി, വിനീഷ ബിജു, മെഡൽ നൽകുന്നതിനായി ശാന്തമ മേളത്തെ ക്ഷണിച്ചോളൂ. വിനീഷ ബിജു, ദേവലക്ഷ്മി AP, മേരി സാബു, കേസിയ MJ, പേര് വിളിക്കാത്തവരുണ്ടെങ്കിൽ കടന്നു വരുന്നതാണ്. അനന്യ കൃഷ്ണ, കേസിയ M റോയ്, അഹല്യ, എൽസ കോശി, അമൃത, ഗോപാലകൃഷ്ണ സാർ പ്ലീസ് മെഡൽ നൽകി. തുടർന്ന് മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കിയ അനൂപ K അനിലുള്ള ക്യാഷ് പ്രൈസ് വിതരണമാണ്. അവാർഡ് വിതരണം ചെയ്തതിനായി ഋഷിരാജൻ സാറിനെ ക്ഷണിച്ചോളൂ. അനൂപ K അനിൽ പ്ലീസ്. മലയാളം ഫസ്റ്റും സെക്കൻഡിനും അനൂപ A+ വാങ്ങിയിട്ടുണ്ട്. സോഷ്യൽ സയൻസിന്റെ ക്യാഷ് പ്രൈസ് കിട്ടും. അതത് അധ്യാപകർ സ്പോൺസർ ചെയ്തിട്ടുള്ള ക്യാഷ് അവാർഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി വിഷയങ്ങളിൽ A+ വാങ്ങിയതിനുള്ള ഒരു മെമന്റോ സമർപ്പണമാണ് ഋഷിരാജ് സാർ നിർവഹിക്കുന്നത്. അനൂപ K അനിൽ. ഇംഗ്ലീഷ് A+ വാങ്ങിയതിനുള്ള പുരസ്കാരം ക്യാഷ് പ്രൈസ് വാങ്ങുന്നതിനായി അനൂപ K അനിലിനെ ക്ഷണിക്കുന്നു. ഗായത്രി ദേവി ടീച്ചർ അനൂപയ്ക്ക് ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അത് നൽകുന്നതിനായി ഗായത്രി ടീച്ചറെ സ്വീകരിക്കുന്നതിനായി മലയാളം A+ വാങ്ങിയതിനുള്ള ക്യാഷ് അവാർഡ് ഗായത്രി ടീച്ചർ നൽകുന്നു. മലയാളത്തിന് A+ വാങ്ങിയ മറ്റു കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ്. പേര് വിളിക്കുന്നവർ ഇവിടെ എത്തി രമിത ടീച്ചറിൽ നിന്ന് പുരസ്കാരം വാങ്ങേണ്ടതാണ്. രമിത ടീച്ചർ. അനീസ മരിയ, അലീന കോതഗേരി, വിനീഷ ബിജു, ദേവലക്ഷ്മി AP,
ഫെസ്ന മേരി സാബു, കെസിയ എഫ് ജെ, അനന്യ കൃഷ്ണ, ഹിന്ദിക്ക് A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ ക്രമത്തിൽ വന്ന് പുരസ്കാരം ഗോപാലകൃഷ്ണ സാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിക്കും. അനൂപ കെ അലി, അനീസ മരിയ, അലീല കോതകേരി, ഫെസ്ന മേരി സാബു and Abigail Anantara. പ്രത്യേക പുരസ്കാരമാണ്. അവധിക്കാലത്ത് കുട്ടികൾക്ക് വിവിധ പരിപാടികൾ നമ്മളിവിടെ പരിശീലനം നൽകിയിരുന്നു. ഫോക്ക് ആർട്ട്, സുംബ ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. അതിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിയ അധ്യാപിക എന്നുള്ളതിലേക്ക് നമ്മുടെ ഷൈലജ ടീച്ചർ, നമ്മുടെ കായിക അധ്യാപിക ഷൈലജ ടീച്ചർക്ക് ഒരു പുരസ്കാരം സ്കൂളുകളായി സജിൽ സാർ ആ പുരസ്കാരം നൽകുന്നതായി ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ സെൻറ് ജോർജ് GVHSS പുതുപ്പള്ളി സ്കൂളിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പം നമ്മുടെ ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പം ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന സർക്കാർ ഒരു വലിയ ബൃഹത് പദ്ധതിയാണ്. അപ്പം വലിയൊരു സ്വപ്നങ്ങളോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലന്വേഷകരായ യുവതീ-യുവാക്കൾക്ക്, അത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠനത്തോടൊപ്പം അവരുടെ പഠനം ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ ശനി ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പം ഇത് നമുക്ക് കൂടുതലും തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. മെയിനായിട്ടും സമഗ്ര ശിക്ഷ കേരളയാണ് ഇതിൻ്റെ അവരുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ നടത്തുന്നത്. അവർ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ ഫണ്ട് ഒക്കെ നമ്മൾ പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പം 21.5 ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി തന്നിട്ടുണ്ട്. അതിൽ തന്നെ 10 ലക്ഷം രൂപയാണ് നമ്മൾ ഫുള്ള് ഫർണിച്ചർ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും. 11 ലക്ഷം രൂപയാണ് നമ്മൾ ഫുള്ള് കാര്യങ്ങൾ മേടിക്കാനായിട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ നമ്മൾ കോഴ്സ് റൺ ചെയ്യാനായിട്ട് ഒരു വർഷത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 കോഴ്സ് GST അസിസ്റ്റൻ്റ് ആനിമേറ്റർ, ഇത് രണ്ടും ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ്. അപ്പോൾ അത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടിങ്ങും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ അഡ്മിഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇനിയും ഒരുപാട് ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റാവുന്ന എല്ലാ മാധ്യമങ്ങളും നോക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ കൂടുതലും ഇതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ്, സ്കോൾ കേരള രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ്, അതുപോലെ BHSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾ വരെ, അതുപോലെ ഭിന്നശേഷി കുട്ടികൾ, എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ മിക്ക കുട്ടികളും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ടാർഗറ്റ് ഗ്രൂപ്പിൽ കൂടുതൽ ഇത് എത്തിയിട്ടില്ല. അപ്പം അത് നമുക്ക് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും കൂടുതൽ ഇനി ആൾക്കാർ അറിയാനുണ്ട്. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കൂടുതൽ ആൾക്കാർ എത്തും, അത് ഉറപ്പാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി സൗജന്യമാണ്. നമുക്ക് ആകെപ്പാടെ വരുന്ന ഒരു പോർഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് കോഴ്സിൻ്റെ തുടക്കത്തിൽ 1000 രൂപ, അല്ലെങ്കിൽ SC ST ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ 500 രൂപ, അത്ര മാത്രം നമുക്ക് വരുന്നുള്ളൂ. എത്ര കുട്ടികൾക്ക് മൊത്തമുണ്ട്? 25 വെച്ചിട്ട് ഓരോ ബാച്ച്. ആ, അപ്പം ഒരു ബാച്ചിൽ 25 വെച്ചിട്ട് അപ്പോൾ 50 സ്റ്റുഡൻസിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കംപ്ലീറ്റ്ലി സൗജന്യമാണ്. ഇത് ശനി ഞായർ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബാക്കിയുള്ള പഠനത്തെ ബാധിക്കുന്നുമില്ല. അതോടൊപ്പം തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഒരു തൊഴിൽ പഠിച്ചെടുക്കാൻ പറ്റും സൗജന്യമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രി വിസിറ്റ്, എക്സ്പെർട്ട് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ എല്ലാം കൊടുക്കുന്നുണ്ട്.
കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അങ്ങനെ അറിവില്ലെന്നുള്ളതാണ് അല്ലേ? അറിയില്ല. കൂടുതൽ നമ്മൾ ഇപ്പം വാർഡ് മെമ്പേഴ്സ് വഴിയും പിന്നെ കുടുംബശ്രീ വഴിയും ഒക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുട്ടികൾ പത്രം വായിക്കുന്നവരിപ്പോൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചൊരു രീതിയിലേക്ക് ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒന്നും കൂടെ നമുക്കിത് എടുത്തിട്ട് അന്നേരം കറക്റ്റ് ഇനി ഒരു ലാബും കൂടെ ഉണ്ട്. അപ്പം 2 ലാബ് ടോട്ടലി ഉണ്ട് ഇതിന്. അപ്പൊ അന്നേരം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. അതെ, മിസ്സിന്റെ പേരെന്നെ? എന്റെ പേര് കിറ്റി. എവിടെയാണ്? കോർഡിനേറ്റർ ആണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ. ശരി.